ഹായ് മക്കളെ, അപ്പം നീറ്റ് ആൻഡ് ജെഇ റിപ്പീറ്റ് ചെയ്യാനും ഇനിയിപ്പോൾ റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കും ഇ സാറ്റ് ഇന്നലെ അനൗൺസ് ചെയ്തത് മുതൽ ഏറ്റവും കൂടുതൽ സംശയം എന്താണ് സാറേ, ഇ സാറ്റിൻ്റെ സിലബസ് ഒന്ന് പെട്ടെന്ന് ഔട്ടാക്കുന്നുള്ളതാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇ സാറ്റ് എന്ന് പറയുന്നത് +1-ലും +2-ലും വിചാരിച്ച രീതിയിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്കും സ്കോളർഷിപ്പോട് കൂടി നീറ്റ് ആൻഡ് ജെഇ റിപ്പീറ്റ് ചെയ്യാൻ ഒരവസരം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കുള്ള ഞങ്ങൾ ഇതുവരെ അനൗൺസ് ചെയ്ത എല്ലാ സ്കോളർഷിപ്പും ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്കോളർഷിപ്പ് എന്താണ്, നിങ്ങൾ +1 +2-ലെ മാർക്ക്. കാരണം +1-ന്റെ സ്കോളർഷിപ്പ് മാർക്ക് ബേസ് ചെയ്യുന്ന സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മെയ് 5 വരെയാണ് +1 സ്കോളർഷിപ്പിന്റെ വാലിഡിറ്റി ഉള്ളത്. അതേപോലെ തന്നെ ജെഇയുടെ സ്കോളർഷിപ്പ് നമ്മൾ അനൗൺസ് ചെയ്തു. പക്ഷേ ഇ സാറ്റിന്റെ കേസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്. അടുത്ത ഒരു വർഷം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ തയ്യാറാണ്. സോ ഇ സാറ്റിന്റെ സിലബസ് ആണ് ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. വളരെ കുറച്ചെണ്ണേ ഉള്ളൂ, നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ മാത്രം മതി. നോക്കാം, ഏറ്റവും ആദ്യം നീറ്റിന്റെ സിലബസ് ആണ്. മെയ് 6 നടക്കുന്ന നീറ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസും സെന്റേഴ്സ് ഒക്കെ വീണ്ടും നമ്മൾ പറഞ്ഞുതരും. അതിലാകെ ഇത്ര ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. കെമിസ്ട്രിയിൽ 6 ചാപ്റ്റേഴ്സ്, സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഹാലോ ആൽക്കീൻസ്, അമീൻസ് ആൻഡ് ബയോമോളിക്യൂൾസ്. അതേപോലെ തന്നെ ബാക്കി സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 3 സബ്ജക്റ്റുകളിൽ നിന്നും 60 ക്വസ്റ്റ്യൻസ്, അതായത് കെമിസ്ട്രി 20, ഫിസിക്സ് 20, അതേപോലെ തന്നെ ബയോളജിയും ബോട്ടണിയും സുവോളജിയും കൂടെ 20. തെറ്റി. കെമിസ്ട്രി 15, ഫിസിക്സ് 15, അതേപോലെ തന്നെ ഇത് രണ്ടും 15 വീതം. അങ്ങനെ 60 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ് ആയിരിക്കും നീറ്റിന്റെ ഇ സാറ്റ് നടക്കുക. ഇനി ജെഇ സിലബസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് കൂടാതെ 10 ക്വസ്റ്റ്യൻ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിലും വരുന്നുണ്ട്. ഓരോന്നിലും 10 ക്വസ്റ്റ്യൻസും പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡും. ടോട്ടൽ 40 ക്വസ്റ്റ്യൻ 60 മിനിറ്റ് ആണ് ജെഇയുടെ ഉണ്ടാവുക. സിലബസ് ഇപ്പൊ തന്നെ നോക്കുക. ഇ സാറ്റിന് ഇതുവരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക, മെയ് 6 നമ്മുടെ എക്സാം നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് പഠിച്ചു തുടങ്ങി. ഇതാണ് ചാപ്റ്റേഴ്സ്. സാർ ഏതായിരിക്കും ലെവൽ എന്ന് നോക്കി കഴിഞ്ഞാൽ നീറ്റ് ആണെങ്കിൽ നീറ്റ് ലെവൽ തന്നെയായിരിക്കും. ജെഇ ആണെങ്കിൽ ഒരു കീം പ്ലസ് ജെഇ ലെവലാണ് ഉണ്ടാവുക. കാരണം എല്ലാ കുട്ടികൾക്കും ജെഇയിൽ കറക്റ്റ് ആൻസർ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. സോ വേഗം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇതിൻ്റെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് കാണാൻ പറ്റും, നീറ്റിൻ്റെയും ജെഇയുടെ ഒക്കെ റിവിഷൻ ക്ലാസ്സസ് ആയിട്ട്. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ ചെയ്യുന്ന കുട്ടികൾക്ക് എഡ്യൂ പോർട്ടൽ സ്കോളർഷിപ്പ് വേണമെങ്കിൽ ഇ സാറ്റ് ആണ് ഏറ്റവും വലിയ ക്രൈറ്റീരിയ. സോ വേഗം തന്നെ പഠിക്കുക. മെയ് 6 ആയിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. രജിസ്റ്റർ ചെയ്യാൻ താഴെ കാണുന്ന ലിങ്ക്. ബൈ.